പശ്ചിമഘട്ട മലനിരകളുടെ പശ്ചാത്തലത്തിലുള്ള മലമ്പുഴ ജലസംഭരണിയും ഉദ്യാനവും. കേരളത്തിൻ്റെ വൃന്ദാവനം എന്നാണ് മലമ്പുഴ ഉദ്യാനം അറിയപ്പെടുന്നത്. 1914 മദ്രാസ് സർക്കാരാണ് മലമ്പുഴയിൽ ഒരു അണക്കെട്ട് നിർമ്മിക്കാം എന്ന ആശയം കൊണ്ടുവന്നത്. 1949 മാർച്ചിൽ അന്നത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്ന കെ ഭക്തവത്സലം ആണ് അണക്കെട്ടിൻ്റെ നിർമ്മാണത്തിന് തറക്കല്ലിട്ടത്. റെക്കോർഡ് സമയത്തിൽ പണി പൂർത്തിയാക്കിയ ഈ അണക്കെട്ട് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന കെ കാമരാജ് 1955 ഒക്ടോബർ 9 ഉദ്ഘാടനം ചെയ്തു. തെന്നിന്ത്യയിലെ ആദ്യത്തേത് എന്ന് അവകാശപ്പെടുന്ന മനുഷ്യനെ വഹിക്കുന്ന റോപ്പ്വേ മലമ്പുഴയുടെ പ്രധാന ആകർഷണമാണ്. 1969 കാനായി കുഞ്ഞിരാമൻ നിർമ്മിച്ച മലമ്പുഴ യക്ഷി എന്നറിയപ്പെടുന്ന ശില്പം ഏറെ പ്രസിദ്ധമാണ്. പച്ചപ്പു നിറഞ്ഞ പുൽത്തക്കടികളും എണ്ണമറ്റ വൈവിധ്യമേറിയ പുഷ്പങ്ങളാൽ നിറഞ്ഞ പൂന്തോട്ടങ്ങളും ചെറിയ കുളങ്ങളും വിശ്രമ സങ്കേതങ്ങളും എല്ലാം മലമ്പുഴയെ സഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഇടമാക്കി മാറ്റുന്നു. ഡാമിൻ്റെ നിർമ്മാണത്തിന് ശേഷം ഇവിടെ ഉണ്ടായിരുന്ന സ്ഥലങ്ങളെല്ലാം മലമ്പുഴ എന്ന ഒറ്റ പേരിലാണ് അറിയപ്പെട്ടത്. ഡാമിന് അഭിമുഖമായി നിർമ്മിച്ചിട്ടുള്ള തൂക്കുപാലങ്ങൾ ഇവിടുത്തെ മറ്റൊരു ആകർഷണമാണ്. പാലക്കാട് ജില്ലയുടെ സമ്പൽ സമൃദ്ധിയിലും പാലക്കാടിനെ കേരളത്തിൻ്റെ നിലറാക്കി മാറ്റുന്നതിലും മലമ്പുഴ അണക്കെട്ടിന് ഒരു പ്രധാന പങ്കുണ്ട്. ഏകദേശം 50,000 ഹെക്ടർ സ്ഥലത്ത് മലമ്പുഴ അണക്കെട്ടിലെ ജലം ഉപയോഗിച്ച് നെൽകൃഷി ചെയ്യുന്നുണ്ട്. ഇന്ന് പാലക്കാട് ജില്ലയിലെ പ്രധാന ടൂറിസ്റ്റ് ആകർഷണമാണ് മലമ്പുഴ ഉദ്യാനവും മലമ്പുഴ ഡാമും. ജലസേചനത്തിനായി നിർമ്മിച്ചിട്ടുള്ള ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ അണക്കെട്ടുകളിൽ ഒന്നാണ് മലമ്പുഴ. ഒരു ദിവസം മുഴുവൻ ചെലവഴിക്കുവാനുള്ള ആക്ടിവിറ്റികൾ ഉണ്ടെന്നുള്ളതാണ് മലമ്പുഴയിലേക്ക് സഞ്ചാരികളെ ആകർഷിക്കുന്ന മറ്റൊരു പ്രധാന ഘടകം. മുതിർന്നവർക്ക് 30 രൂപയും കുട്ടികൾക്ക് 10 രൂപയുമാണ് ഇവിടെ പ്രവേശന ഫീസ്.